നമസ്കാരം. ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നായ ഇന്ത്യ അടുത്തിടെയായി ഈ രംഗത്തെ നിർണായക ശക്തിയായി മാറിയിരുന്നു. യുക്രൈൻ അധിനിവേശത്തിന് പിന്നാലെ റഷ്യൻ ക്രൂഡ് ഓയിലിന് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ വിലക്കേർപ്പെടുത്തിയതോടെ റഷ്യയിൽ നിന്ന് ഇളവുകളോടെ ഇന്ത്യയിലേക്ക് ഓയിൽ ഒഴുകുകയാണ് സാഹചര്യം. നേരത്തെ ഇന്ത്യൻ ക്രൂഡ് ഇറക്കുമതിയിൽ റഷ്യയുടെ വിഹിതം മാത്രമായിരുന്നുവെങ്കിൽ 2022 ശേഷം ഇത് കുത്തനെ ഉയർന്നു. നിലവിൽ ഇന്ത്യയുടെ ക്രൂഡ് ഇറക്കുമതിയിൽ ഏകദേശം 40% റഷ്യയുടെ പങ്ക്. റഷ്യയിൽ നിന്നും എത്തുന്ന ക്രൂഡ് ഓയിലിന്റെ വലിയൊരു ശതമാനം രാജ്യത്തെ റിഫൈനറികളിൽ സംസ്കരിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ കയറ്റി അയക്കുന്നു എന്നതാണ് കൗതുകകരമായ യാഥാർത്ഥ്യം. എന്നാൽ ഒക്ടോബറിൽ താഴേക്ക് പോയ ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഈ മാസം അതിശക്തമായി തിരിച്ചു വന്നേക്കുമെന്നതാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. റിഫൈനറി മെയിന്റനൻസ് ഉൾപ്പെടെയുള്ള വിവിധ ഘട്ടങ്ങളായിരുന്നു ഒക്ടോബറിലെ ഇടിവിന്റെ പ്രധാന കാരണം. ഉത്സവ സീസൺ ആയതിനാൽ ഒക്ടോബർ ഡിസംബർ കാലയളവിൽ ശുദ്ധീകരിച്ച പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ, പ്രത്യേകിച്ച് ഡീസൽ, പെട്രോൾ, ജെറ്റ് ഇന്ധനം എന്നിവയുടെ ഉപഭോഗം സ്വാഭാവികമായും വർദ്ധിക്കും. ഇതിനനുസരിച്ചുള്ള വർധനവ് ഇറക്കുമതിയിലേക്കും പ്രതീക്ഷിക്കാം. മംഗലാപുരം, കൊച്ചി, മധുര എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന റിഫൈനറികളെല്ലാം തന്നെ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം വലിയ തോതിൽ ക്രൂഡ് സംഭരിക്കാൻ പൂർണ്ണമായി സജ്ജമായി കഴിഞ്ഞു. ഇതോടെ എണ്ണ സംഭരണം പ്രതിദിനം 25,000 ബില്യൺ PD വരെ ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ജൂലൈക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന എണ്ണമെന്നാണ് ക്ലെപ്പർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒക്ടോബറിലെ ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി 4.34 MBD ആയി കുറഞ്ഞിരുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിന് ഇടയിലെ ഇന്ത്യയുടെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള ഇറക്കുമതിയായിരുന്നു ഇത്. എന്നാൽ നവംബറിൽ ഇറക്കുമതി MBDയിലേക്ക് കുതിച്ചുയരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ സ്ഥിരമായ ആഭ്യന്തര ഉൽപാദനം ഏകദേശം 51,000 BD ആയി തുടരുകയും ചെയ്തേക്കും. ഇറക്കുമതി വലിയ തോതിൽ വർദ്ധിക്കാൻ സാധ്യതയില്ലെങ്കിലും അടുത്ത ഏതാനും മാസങ്ങളിലും ഇന്ത്യയുടെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ വിതരണക്കാർ റഷ്യ തന്നെയായിരിക്കും. എന്നാൽ ഇറാഖിന്റെ വിഹിതം വലിയ തോതിൽ വർദ്ധിച്ചേക്കും. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ഇറാഖിന്റെ സ്റ്റേറ്റ് ഓർഗനൈസേഷൻ ഫോർ മാർക്കറ്റിംഗ് ഓഫ് ഓയിലുമായി ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്കായി അടുത്തിടെ ടേം കരാറിലെത്തിയിരുന്നു. ഇത് അറബ് രാജ്യത്തു നിന്നുള്ള ഇറക്കുമതിയെ കാര്യമായ രീതിയിൽ സ്വാധീനിച്ചേക്കും. കഴിഞ്ഞ നവംബറിൽ ഇറാഖിൽ നിന്നുള്ള ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഒരു വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക്, അതായത് 1 MBD എന്ന നിലയിലേക്ക് ഉയർന്നിരുന്നു. ഇറാഖിന്റെ വിഹിതം ഇത്തവണ അതിനു മുകളിലേക്ക് എത്തുകയുമെന്നാണ് പ്രതീക്ഷ. സൗദി അറേബ്യ മുന്നേറ്റം കാഴ്ചവെച്ചേക്കും. ഏഷ്യൻ ഇടപാടുകൾക്കുള്ള വിൽപ്പന കുറച്ച സൗദി അറേബ്യയുടെ നടപടി ഇന്ത്യൻ എണ്ണ കമ്പനികൾ മുതലെടുക്കുമെന്നാണ് സാധ്യത. ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ ബ്രസീലും നിർണായക ഘടകമായി മാറുന്നുണ്ട്. സെപ്റ്റംബറിൽ കേന്ദ്ര പെട്രോളിയം വകുപ്പ് മന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെ ബ്രസീൽ സന്ദർശനത്തോടെ സംബന്ധിച്ച് അദ്ദേഹം പെട്രോബാസ് പ്രസിഡന്റ് മഗ് ചംബ്രിയാഡുമായി കൂടിക്കാഴ്ച നടത്തി. ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ഇന്ത്യയിലേക്ക് കൂടുതൽ ബ്രസീലിയൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാൻ തുടങ്ങിയത്. അതേസമയം ഒക്ടോബർ മാസം റഷ്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി 7% കുറഞ്ഞിരുന്നു. സെപ്റ്റംബറിൽ റഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്ക് പ്രതിദിനം 1.79 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് എത്തിയത്. രാജ്യമാകെ ഇറക്കുമതി ചെയ്ത എണ്ണ ഇറക്കുമതിയുടെ 38% വരുമായിരുന്നു റഷ്യൻ വിഹിതം. ഈ നിരക്കിലാണ് കഴിഞ്ഞ മാസം 7% ഇടിവുണ്ടായത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ. ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന് മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5,000 രൂപയുടെ കിഴിവും, അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3,000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.